മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ് കേട്ടോ. അപ്പൊ ഇതാ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ബേസിക് സയൻസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററാണ് കീപ്പിംഗ് ഡിസീസസ് അറ്റ് ബേ, അല്ലെ, അകറ്റി നിർത്താം രോഗങ്ങളെ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. അപ്പൊ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് രോഗങ്ങളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആ രോഗം ഉണ്ടാവുന്ന കാരണക്കാരെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ. അപ്പൊ അവിടെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നമ്മുടെ മൈക്രോ ഓർഗാനിസം, നമ്മുടെ സൂക്ഷ്മജീവികളെ പറ്റി, അല്ലെ. നമ്മൾ പറഞ്ഞു ഈ സൂക്ഷ്മജീവികളാണ് നമുക്കൊക്കെ രോഗങ്ങൾ വരാൻ കാരണക്കാരായിട്ടുള്ളത് എന്ന്, അല്ലെ. അത് നമ്മുടെ ബാക്ടീരിയ ആവാം, അത് നമ്മുടെ വൈറസ് ആവാം, അത് നമ്മുടെ ഫംഗസ് ആവാം. ഇവരുടെ ഒക്കെ പ്രവർത്തന ഫലമായിട്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, രോഗങ്ങൾ ഉണ്ടാവുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള സൂക്ഷ്മജീവികൾ നമ്മുടെ ഭൂമിയിൽ ഇല്ലായിരുന്നു എന്ന് വിചാരിക്കുക നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? ഈ രോഗകാരികൾ മാത്രമായിട്ടാണോ നമുക്ക് സൂക്ഷ്മജീവികളെ അറിയാവുന്നത് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിനെ അറിയാവുന്നത്? അങ്ങനെയല്ല, അല്ലെ. നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലോ ഒക്കെ ഒരു പട്ടിയോ അല്ലെങ്കിൽ ഒരു പൂച്ചയോ ഒക്കെ ചത്തുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാറ്? യെസ്, അതിനെ മണ്ണിനടിയിലാക്കാറുണ്ട്, അല്ലെ. അത് എല്ലാ കാലത്തും അതിന്റെ ബോഡി അതേപോലെ അങ്ങനെ നിൽക്കുകയാണോ ചെയ്യുക? അല്ല, അല്ലെ. കാലങ്ങൾ കഴിയുന്നതിനനുസരിച്ച് അത് എന്താവുന്നുണ്ട്, മണ്ണോട് അലിഞ്ഞു ചേരുന്നുണ്ട്, അല്ലെ. അത് ഡീകമ്പോസ്ഡ് ആവുന്നുണ്ട്. അപ്പൊ ഇതാ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഓർഗാനിക് റിമൈൻസിനെ, അല്ലെ, നമ്മുടെ ജൈവാവശിഷ്ടങ്ങളെ എല്ലാം ജീർണിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡീകമ്പോസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾ കൂടിയാണ് ആര്? നമ്മൾ പഠിച്ചിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് അഥവാ സൂക്ഷ്മജീവികൾ എന്ന് പറയുന്നത്. ഇവിടെ ഇതാ നമ്മുടെ ബാക്ടീരിയയും നമ്മുടെ ഫംഗസും ഒക്കെയാണ് ഈ ഒരു പ്രവർത്തനം എന്ത് ചെയ്യുന്നത്, നടത്തുന്നത്. അപ്പൊ ഇത് നടക്കുന്നത് വഴി നമ്മുടെ എർത്തിന്റെ സർഫസ്, അല്ലെ, നമ്മുടെ ഭൂമി എന്താവുക, ശുചിത്വമുള്ളതാവുക അല്ലെങ്കിൽ ക്ലീൻ ആയിരിക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ ഒരു പ്രവർത്തനത്തിലൂടെ ഒരുപാട് പോഷകങ്ങൾ, ഒരുപാട് ന്യൂട്രിയൻസ് എവിടെ എത്തുന്നുണ്ട്, നമ്മുടെ മണ്ണിലേക്ക് എത്തുന്നുണ്ട്. അത് അവിടെ നിന്ന് നമ്മുടെ പ്ലാന്റ്സിനൊക്കെ, അല്ലെ, നമ്മുടെ ചെടികൾക്കൊക്കെ ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പൊ ഈ ഒരു രീതിയിൽ, വലിയൊരു രീതിയിൽ തന്നെ നമ്മുടെ സൂക്ഷ്മജീവികൾ, മൈക്രോ ഓർഗാനിസംസ് നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് മാത്രമാണോ ഇവരുടെ സഹായം എന്ന് പറയുന്നത്? ഇത് മാത്രമല്ല, വേറെയും കുറേ സന്ദർഭങ്ങളുണ്ട് നമ്മുടെ സൂക്ഷ്മജീവികൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓരോന്ന് വീതം നമുക്ക് നോക്കാം. നോക്കിക്കേ, ടേണിംഗ് മിൽക്ക് ഇൻ ടു കേർഡ്, അല്ലെ. നമ്മൾ പാൽ എന്ത് ചെയ്യാറുണ്ട്, പാലിൽ നിന്ന് നമ്മൾ തൈര് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ഈ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ബാക്ടീരിയ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നമുക്ക് തൈര് കിട്ടുന്നത്. അതേപോലെ ഇതേ ഫെർമെന്റേഷൻ ഓഫ് റൈസ് ബാറ്റർ, അല്ലെ. നമ്മൾ അരിമാവൊക്കെ, അല്ലെ, ദോശയൊക്കെ ചുടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, തലേ ദിവസം എന്ത് ചെയ്യാറുണ്ട്, മാവ് അരച്ചു വെക്കാറില്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? അത് പുളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ. അപ്പൊ ഇവിടെയും എന്താണ്, ഈ പറഞ്ഞിട്ടുള്ള മൈക്രോ ഓർഗാനിസമാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ ഇതാ നിങ്ങൾ നോക്കിയേ, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എന്താണ്, ഒരുപാട് നൈട്രജൻ വാതകം ഉണ്ട് കേട്ടോ, നൈട്രജൻ ഗ്യാസ് ഉണ്ട്. നമ്മുടെ പ്ലാന്റിനാണെങ്കിൽ വളരാൻ, അല്ലെ, അവരുടെ ഗ്രോത്തിന് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആളാണ് ഈ പറഞ്ഞിട്ടുള്ള നൈട്രജൻ. പക്ഷെ പ്ലാന്റിന് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റാറില്ല, ഈ നൈട്രജൻ, അല്ലെ, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ, നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഈ നൈട്രജനെ എന്ത് ചെയ്യാൻ പറ്റാറില്ല, അബ്സോർബ് ചെയ്യാൻ, ആഗിരണം ചെയ്യാൻ പറ്റാറില്ല. അപ്പൊ അതിന് ഹെൽപ്പ് ചെയ്യുന്ന, അതിനെ മണ്ണിലേക്ക് ആക്കിയിട്ട് അവിടെ നിന്ന് പ്ലാന്റിന് എടുക്കാൻ പറ്റും, അല്ലെ. അപ്പൊ അതിന് ഹെൽപ്പ് ചെയ്യുന്നതും ആര് തന്നെയാണ്, നമ്മൾ ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസ് ആണ്. ഇതേപോലെ തന്നെ നമ്മളിപ്പോ പറഞ്ഞു ഡീകമ്പോസ് ചെയ്യുന്ന കാര്യം, അല്ലെ, ഓർഗാനിക് റിമൈൻസ് അല്ലെങ്കിൽ ജൈവാവശിഷ്ടങ്ങളെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡീകമ്പോസ് ചെയ്യുന്നുണ്ട്, മണ്ണിൽ ലയിപ്പിക്കുന്നുണ്ട്. അതുപോലെ വിസർജ്യങ്ങൾ, അല്ലെ, നമ്മൾ പുറത്തേക്ക് പോകുന്ന വേസ്റ്റ് മെറ്റീരിയൽസിനൊക്കെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, മണ്ണിൽ ലയിപ്പിക്കുന്നുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അല്ലെ, ഇതൊക്കെ കുവിഞ്ഞു കൂടിയിട്ട് വലിയൊരു പ്രശ്നം തന്നെ അവിടെ ഉണ്ടാവുന്നുണ്ട്, അല്ലെ. അതുപോലെ എന്താണ്, ഒരുപാട് ഇൻഡസ്ട്രീസിൽ, അല്ലെ, ഒരുപാട് വ്യവസായങ്ങളിൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഉപയോഗപ്പെടുത്താറുണ്ട്. മെഡിക്കൽ ഫീൽഡിൽ, അല്ലെ, നമ്മൾ ചികിത്സാ രംഗത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് രോഗം ഉണ്ടാക്കുന്ന ആളുകളാണ് സൂക്ഷ്മജീവികൾ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് എന്ന്. എന്നാൽ പല രോഗങ്ങൾക്കും, അല്ലെ, പല രോഗങ്ങളെയും തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ വാക്സിനേഷനിലും കാര്യങ്ങളിലും ഒക്കെ ആയിട്ട് ഈ സൂക്ഷ്മജീവികളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പൊ വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, യെസ്, എല്ലാ മൈക്രോ ഓർഗാനിസംസും, എല്ലാ സൂക്ഷ്മജീവികളും എന്തല്ല, ഹാംഫുൾ ആയിട്ടുള്ളതല്ല, അല്ലെ, അപകടകാരികളല്ല. അങ്ങനെ അപകടകാരികളായിട്ടുള്ള, ഹാംഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ് അല്ലെങ്കിൽ സൂക്ഷ്മജീവികളാണ് നമുക്ക് എന്തുണ്ടാക്കുന്നത്, നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. എന്നാൽ അങ്ങനെയല്ലാത്ത ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അവരെല്ലാവരും എന്താണ്, യെസ്, നമ്മുടെ ഈ ഒരു നിലനിൽപ്പിനെ എന്ത് ചെയ്യുന്ന ആളുകളാണ്, സഹായിക്കുന്ന അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ്. നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇതേപോലെയുള്ള അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.